blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ ലോകത്തിൽ എവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് കാണുന്നതെങ്കിൽ, ഏത് മാധ്യമത്തിലാണ് കാണുന്നതെങ്കിലും, ഞാൻ വിശ്വസിക്കുന്നു ദ പവർ ഓഫ് ജീസസ് ക്യാൻ ടച്ച് യു ദെയർ. ഈ സമയത്ത് ഇന്ന് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത സാമ്പത്തിക സഹകാരികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഗോവയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരിയുടെ ഗോവയിലുള്ള പ്രോപ്പർട്ടി വിൽക്കാനും അതുപോലെ മകളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്തൊരു വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ബിസിനസ് പ്രോസ്പെരിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ ആ ബിസിനസ് അഭിവൃദ്ധി പ്രാപിക്കട്ടെ. തൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പന്തളത്ത് നിന്നുള്ള ഷൈനിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഷൈനും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സൂസനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ അനുഗ്രഹങ്ങളോടുകൂടെ അവർ വിവാഹം ജനുവരി 5 നടക്കപ്പെടേണ്ടതിന് സകല ഒരുക്കങ്ങൾക്കും എല്ലാറ്റിനുമായി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുളത്തൂപ്പുഴ ഒക്ടോബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷേർലി ഓഡിറ്റോറിയം, ഗവൺമെന്റ് ടിംബർ ഡിപ്പോയ്ക്ക് സമീപം, കുളത്തൂപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൊൻകുന്നം ഒക്ടോബർ 29 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീല മഹൽ, KK റോഡ്, പൊൻകുന്നം. To God for a specific need to be met. നിങ്ങളുടെ ഒരു പ്രത്യേകമായ ആവശ്യം നടക്കുവാനായി നിങ്ങൾക്ക് ദൈവവേലയ്ക്ക് നൽകാൻ കഴിയും. But always remember, we are at the small end. എപ്പോഴും ഓർക്കുക, നമ്മൾ ചെറിയ തലയ്ക്കലാണ്. We are at the natural end. നമ്മൾ സ്വാഭാവികമായ വശത്താണ്. We are at the limited end. നമ്മൾ പരിധികളുള്ള തലയ്ക്കലാണ്. But on the other end, എന്നാൽ മറ്റേ തലയ്ക്കൽ God is standing. കർത്താവ് നിൽക്കുന്നു. That end, ആ വശം is an unlimited end. അതിന് പരിധികളില്ല. It's a big end. വലിയ തലയാണ്. It's a supernatural end. അസ്വാഭാവികമായ വശമാണ്. We cannot imagine what all things God can do. ദൈവത്തിന് അവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. So when you are standing at the small end, നമ്മൾ ചെറിയ തലയ്ക്കൽ നിൽക്കുമ്പോൾ fix your eyes on the other end. മറ്റേ തലയ്ക്കൽ നമ്മുടെ കണ്ണുകൾ പതിപ്പിക്കുക. The big end. ആ വലിയ വശം. Hallelujah. Hallelujah. Because great potential is out there at the big end. ആ വലിയ തലയ്ക്കൽ വലിയ കാര്യങ്ങളുടെ സാധ്യതയാണുള്ളത്. One more time shout hallelujah. ഒരു വലിയ ഹല്ലേലൂയ കൂടെ. Hallelujah. Hallelujah. Always remember, let me prophesy over you, let me declare this to you, your harvest is always going to be so huge compared to the smallness of the seed. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, പ്രഖ്യാപിക്കട്ടെ, നിങ്ങൾ വിതച്ച വിത്തിനെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തുന്നുള്ളത് വലുതായിരിക്കും. Hallelujah. Hallelujah. One more shout of hallelujah. ഒരു വലിയ വലിയ ഹല്ലേലൂയ കൂടെ. I prophesy over you ഞാൻ today. നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു. I declare this over you. ഞാൻ നിങ്ങളുടെ മേൽ ഇത് I പ്രഖ്യാപിക്കുകയാണ്. pronounce this over you. ഈ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. Whatever you are doing today, seemingly very small, God is not going to see it as a small thing, or God is not going to take it as a light thing. God is going to take it seriously, so that into the future you will be seeing a huge harvest. ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് അത് വളരെ ചെറുതായിരിക്കാം, എന്നാൽ ദൈവം അതിനെ ചെറുതായിട്ടല്ല കാണുന്നത്. കർത്താവ് ഭാവിയിലേക്ക് വലിയൊരു കൊയ്ത്തിനു വേണ്ടി അതിനെ ഒരുക്കുകയാണ്. Hallelujah. Hallelujah. God is saying, you stand at the small end. കർത്താവ് പറയുന്നു, നീ ആ ചെറിയ തലക്കൽ നിൽക്കുക. The risky things, more responsible things, I will take care of. പ്രശ്നമുള്ളത്, ഉത്തരവാദിത്വം കൂടിയത് അത് ഞാൻ നോക്കിക്കൊള്ളാം. Now I'm going to talk about from the natural end to the supernatural end.
ഞാനിപ്പോൾ സ്വാഭാവികമായ തലക്കൽ നിന്നും അസ്വാഭാവികമായ പ്രകൃത്യാതീതമായ തലക്കലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയും. I'm talking about our life. നമ്മുടെ സ്വന്തം ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. Our life itself is a walk from the natural to the supernatural. നമ്മുടെ ജീവിതം തന്നെ സ്വാഭാവികമായതിൽ നിന്നും അസ്വാഭാവികമായ പ്രകൃത്യാതീതമായതിലേക്ക് നടക്കുന്നൊരു യാത്രയാണ്. It's a journey from the earthly to the heavenly. ഭൗമികമായതിൽ നിന്നും സ്വർഗീയമായതിലേക്കുള്ളൊരു യാത്രയാണത്. We all are in that way. നമ്മൾ എല്ലാവരും അതിലൂടെ യാത്ര ചെയ്യുകയാണ്. Let's open our Bibles again. നമ്മുടെ ബൈബിളുകൾ വീണ്ടും എടുക്കാം. 1 Corinthians chapter number 15. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം verses 40 onwards. 40-ാമത്തെ വചനം മുതൽ We may go up to verse number 47. നാം 47-ാമത്തെ വചനം വരെ വായിക്കാം. Verse number 40 says, there are also heavenly bodies and there are earthly bodies, but the splendor of the heavenly bodies is one kind and the splendor of the earthly bodies is another. 40-ാമത്തെ വചനം, സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. Okay. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. So when Paul was ministering, പൗലോസ് ശുശ്രൂഷിക്കുമ്പോൾ he planted many churches. അദ്ദേഹം നിരവധി സഭകൾ സ്ഥാപിച്ചു. When he was ministering in one place, അദ്ദേഹം ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ there came a letter from the church of Corinth. കൊരിന്ത് സഭയിൽ നിന്നും ഒരു കത്ത് വന്നു. Because they were going through a lot of crisis, a lot of confusions, a lot of problems in the church. കാരണം കൊരിന്ത് സഭയ്ക്കകത്ത് നിരവധി പ്രശ്നങ്ങൾ, ഉപദേശപരമായ കാര്യങ്ങളൊക്കെ A lot നടന്നുകൊണ്ടിരിക്കുന്നു. of internal challenges in the church. സഭയ്ക്കകത്ത് ചില വെല്ലുവിളികൾ ഉയർന്നു വന്നു. And they wrote letters to him, asking questions for clarification. ഇതാ പൗലോസിന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അവർ എഴുതുകയാണ്. One of the things they asked was about death, burial, resurrection, the coming of Jesus. What will happen to us if we are believers now, but after death, what will happen to a believer? അവർ ചോദിച്ച ചില കാര്യങ്ങൾ, ഒരു വിശ്വാസിയുടെ മരണം, അവൻ്റെ അടക്കം എങ്ങനെയാണ്, അവൻ്റെ പുനരുത്ഥാനം എപ്രകാരമായിരിക്കും, ഒരു വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ അവൻ എന്താണ് പിന്നീട് സംഭവിക്കുക. In chapter number 15, it's a pretty long chapter. He is describing everything in detail. ഈ 15-ാം അധ്യായത്തിൽ ഒരല്പം വലിയ അധ്യായമാണ്. അതിൽ പൗലോസ് വളരെ നന്നായി അത് വിശദീകരിക്കുന്നുണ്ട്. And Paul was a man of revelations. മാത്രമല്ല പൗലോസ് വെളിപ്പാടിന്റെ ഒരു മനുഷ്യനാണ്. He received most of the things directly from the Lord through revelation. അദ്ദേഹം മിക്കവാറും കാര്യങ്ങൾ നേരിട്ട് കർത്താവിൽ നിന്ന് വെളിപ്പാടിലൂടെ സ്വീകരിച്ച വ്യക്തിയാണ്. Now he is giving them clarification and explanation about resurrection. ഇവിടെ ഇതാ പുനരുത്ഥാനത്തെ കുറിച്ച് വലിയൊരു വിശദീകരണം പൗലോസ് നൽകുകയാണ്. And this explanation will really comfort us also, because we are also living in a mortal body. നമ്മളും മർത്യ ശരീരങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് ഈ വെളിപ്പാട് നമ്മളെയും സഹായിക്കുന്നതാണ്. He says there are also heavenly bodies and there are earthly bodies. പൗലോസ് പറയുന്നു സ്വർഗീയ ശരീരങ്ങളുമുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. Everybody touch your heart. നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് പറയുക, Place your hand here. നിങ്ങളുടെ കരം ഇവിടെ വെക്കുക. And everybody say, I'm living in an earthly body today. ഞാൻ ഇന്ന് ഈ ഭൂമിയിലെ ശരീരത്തിൽ ജീവിക്കുന്നു. But he says there is also heavenly bodies. എന്നാൽ പൗലോസ് പറയുന്നു സ്വർഗീയ ശരീരവുമുണ്ട്. But he says there are also heavenly bodies. എന്നാൽ അദ്ദേഹം പറയുന്നു സ്വർഗീയ ശരീരങ്ങളുമുണ്ട്. He continues, he says, but the splendor of the heavenly bodies is one kind and the splendor of the earthly bodies is another. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. And he is giving us some examples. He says 14:1, the sun has one kind of splendor, the moon another, and the stars another, and star differs from star in splendor. 41-ാമത്തെ വചനത്തിൽ അതിന് ചില സാദൃശ്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, നക്ഷത്രവും തമ്മിൽ തേജസ്സിൽ വ്യത്യാസമുണ്ടല്ലോ. Verse number 42, so will it be with the resurrection of the dead. The body that is sown is perishable, it's raised imperishable. 42-ാമത്തെ വചനം, മരിച്ചവരുടെ പുനരുത്ഥാനവും അപ്രകാരമാകുന്നു. നശ്വരമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, അനശ്വരമായ ശരീരം ഉയർക്കപ്പെടുന്നു. Hallelujah. ഹല്ലേലൂയ. So I always say
especially when a funeral service is going on, when we are about to lay the dead body into the cell, I usually say, we are going to sow the seed. സാധാരണഗതിയിൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ആ ശവശരീരം ആ സെല്ലിൽ വെക്കുന്നതിന് മുൻപായിട്ട് നാം ഇതാ ഒരു വിത്ത് വിതയ്ക്കാൻ പോവുകയാണ്. Because that is the word Paul is using here. ഇതാ പൗലോസ് അങ്ങനെയുള്ള ഒരു വചനമാണ് അവിടെ ഉപയോഗിക്കുന്നത്. The body that is sown, not if he's not talking about, he's not using funeral, but he says we are sowing a seed. അവിടെ താൻ ശവമടക്കുന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്, നാം ഒരു വിത്ത് വിതയ്ക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. And that seed is perishable. ആ വിത്ത് നശിച്ചു പോകുന്നതാണ്. Talking about the earthly body. അത് നമ്മുടെ ഭൗതിക ശരീരത്തെക്കുറിച്ച് പറയുന്നു. But it is raised imperishable. എന്നാൽ അത് ഉയർക്കുമ്പോൾ അനശ്വരമായിട്ടാണ് അത് ഉയർക്കുന്നത്. God is doing that. അത് കർത്താവാണ് ചെയ്യുന്നത്. We can only sow the seed. നമുക്ക് വിത്ത് വിതയ്ക്കാനേ പറ്റുകയുള്ളൂ. But it is God who resurrects the body with a heavenly body. എന്നാൽ ദൈവമാണ് ഒരു സ്വർഗീയ ശരീരത്തോടു കൂടി ആ ശരീരത്തെ ഉയർപ്പിക്കുന്നത്. 43. It's sown in dishonor, it's raised in glory. It's sown in weakness, it's raised in power. 43. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കപ്പെടുന്നു. It's sown a natural body, it's raised a spiritual body. If there is a natural body, there is also a spiritual body. 44. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കപ്പെടുന്നു. So it's written, the first man Adam became a living being, and the last Adam a life-giving spirit. ഇപ്രകാരം ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവസാനത്തെ ആദാം ജീവൻ നൽകുന്ന ആത്മാവായി. Who is the last Adam? ആരാണ് അവസാനത്തെ ആദാം? The last Adam is Jesus Christ. അവസാനത്തെ ആദാം യേശുക്രിസ്തുവാണ്. Hallelujah. ഹല്ലേലൂയ. Now, verse number 46 says, the spiritual did not come first, but the natural, and after that the spiritual. 46 പറയുന്നു, എന്നാൽ ആദ്യം വന്നത് ആത്മീകമായതല്ല ഭൗതികമായതത്രേ, പിന്നീട് ആത്മീകമായത് വന്നു. 47. The first man was of the dust of the earth, the second man is of heaven. ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനാകുന്നു, രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാകുന്നു. Hallelujah. Hallelujah. So here is one man at one side, at one end on earth, with an earthly a body made of dust. ഇതാ മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മനുഷ്യ ശരീരം, ഭൗമിക ശരീരം, ഈ ഭൂമിയിലെ ശരീരം ഒരു തലയ്ക്കൽ നിൽക്കുകയാണ്. He is standing at the natural end. ഇതാ സ്വാഭാവികമായ തലയ്ക്കൽ അത് നിൽക്കുകയാണ്. That's a limited end. അത് പരിധികളുള്ള തലമാണ്. It's a small end. അതൊരു ചെറിയ തലമാണ്. But on the other end, പക്ഷേ മറ്റേ തലയ്ക്കൽ there is another Adam. മറ്റൊരു ആദാം അവിടെ നിൽപ്പുണ്ട്. So the first Adam was made of earthly stuff. ആദ്യത്തെ ആദാം ഈ ഭൂമിയിലെ വസ്തു കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. But the last Adam, the other Adam who is standing at the supernatural end, is from heaven. എന്നാൽ അവസാനത്തെ ആദാം ആ പ്രകൃത്യാതീതമായ തലക്കൽ നിൽക്കുന്നവൻ, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്. Hallelujah. Hallelujah. So our walk, our life is a walk, is a journey from this end. That means just like a man, we begin an earthly being, but we are walking and walking and walking. Finally, we will reach at the supernatural end, at the heavenly end. We also will have a heavenly body. നമ്മൾ ഈ മാനുഷിക ശരീരത്തിലായിരിക്കുന്ന നമ്മൾ ഈ സ്വാഭാവികമായ തലത്തിൽ നിന്നും നടന്ന് 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 ആ സ്വർഗീയമായ തലത്തിൽ എത്തിച്ചേർന്ന് സ്വർഗീയ ശരീരത്തിന്റെ ഉടമകളായി മാറുന്നു. Shout a big hallelujah. ഒരു വലിയ ഹല്ലേലൂയ. What a hope of glory. എന്ത് വലിയൊരു പ്രത്യാശയാണിത്. Hallelujah. Hallelujah. So my message today is this. എൻ്റെ സന്ദേശം ഇതാണ്. We are at the small end today. നമ്മൾ ഇന്ന് ചെറിയ വശത്ത് നിൽക്കുന്നവരാണ്. But we will not end at the small end. എന്നാൽ ആ വശത്ത് തന്നെ നമ്മൾ തീർന്നു പോവുകയില്ല. Hallelujah. Hallelujah. We'll walk and walk. Progress and progress, step by step, from one level of glory to the next level of glory, until we reach the final end, which is so big
and so heavenly and so supernatural. നാം അവിടെ തന്നെ നിൽക്കുകയില്ല. നാം നടന്ന് പുരോഗതി പ്രാപിച്ചുകൊണ്ട് പ്രത്യാശയിൽ നിന്നും അടുത്ത പ്രത്യാശയിലേക്ക് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ആ സ്വർഗീയമായതിനെ നമ്മൾ ധരിക്കുവോളം നമ്മൾ എത്തിച്ചേരുന്നു. Hallelujah. Hallelujah. I am really excited. ഓ, ഞാൻ വളരെ ആവേശം കൊണ്ടിരിക്കുകയാണ്. Hallelujah. Hallelujah. The Holy Spirit is here. പരിശുദ്ധാത്മാവ് ഇവിടെയുണ്ട്. He wants to give you a conviction today. ഇന്ന് പരിശുദ്ധാത്മ നിങ്ങൾക്ക് ഒരു ബോധ്യം നൽകുവാൻ God ആഗ്രഹിക്കുന്നു. has called you with a great call. വലിയൊരു വിളിയുമായി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. Your life today may be very small. നിങ്ങളുടെ ഇന്നത്തെ ജീവിതം വളരെ Your ചെറുതായിരിക്കാം. ministry today may be very small. നിങ്ങളുടെ ശുശ്രൂഷ വളരെ Your ചെറുതായിരിക്കാം. activities today may be very small. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെറുതായിരിക്കാം. But that is not where you are going to end. അവിടെയല്ല നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത്. I want to read the first verse once again. ആദ്യത്തെ വചനം ഒരിക്കൽ കൂടി വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. And then we are going to pray. അതിനുശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. All of us together. നമ്മൾ എല്ലാവരും ചേർന്ന്. Hallelujah. Hallelujah. Isaiah 49 verse number 6. യെശയ്യാവ് 49:6. God says, കർത്താവ് പറയുന്നു, it's too small a thing for you to be my servant to restore the tribes of Jacob and bring back those of Israel I have kept. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ ഉയർത്തേണ്ടതിനും ഇസ്രായേലിൽ സംരക്ഷിക്കപ്പെട്ടവരെ ഉദ്ധരിക്കേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് വളരെ ചെറിയൊരു കാര്യമാകുന്നു. It's a very small thing. വളരെ ചെറിയ കാര്യമാണ്. My plan is this. എന്റെ പദ്ധതി ഇതാണ്. I will also make you a light for the Gentiles, that my salvation may reach to the ends of the earth. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജനതകൾക്ക് വെളിച്ചമാക്കിയിരിക്കുന്നു. This is a wonderful promise that the Lord is giving you today. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദത്തമാണിത്. Jump up from your seat. നിങ്ങൾ ചാടി എഴുന്നേറ്റാലും. Hallelujah. Hallelujah. Let's pray together. Let's claim this promise. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഈ വാഗ്ദത്തം അവകാശമാക്കാം. Shall we lift our hands and pray? ഓ, നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. Father, we thank you for the wonderful promise. കർത്താവേ, ഈ അത്ഭുതകരമായ വാഗ്ദത്തത്തിനായി നന്ദി പറയുന്നു. Now we understand our position. ഞങ്ങളുടെ സ്ഥാനം ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. We are at the small end. ഞങ്ങൾ ചെറിയ തലയ്ക്കലാണ്. But as a father, as our heavenly Father, you are standing at the bigger end. എന്നാൽ ആ വലിയ തലയ്ക്കൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവ് നിൽക്കുകയാണല്ലോ. You have taken the impossible tasks. അസാധ്യമായ കാര്യങ്ങൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. Hallelujah. Hallelujah. We are doing only an easy job. ഞങ്ങൾ വളരെ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു. Father, right now we hand over our life into your hands. കർത്താവ്, ഇപ്പോൾ ഞങ്ങളുടെ മുഴുവൻ ജീവിതവും അങ്ങേക്ക് ഞങ്ങൾ കൈമാറുന്നു. Lord, we pray that your spirit may come and fall upon everyone. കർത്താവ്, അങ്ങയുടെ ആത്മാവ് കടന്നു വന്ന ഓരോ വ്യക്തിയുടെ മേലും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Fill everyone with your spirit, Lord. അങ്ങയുടെ ആത്മാവിനാൽ ഏവരെയും നിറക്കണമേ. Fill everyone with the spirit of understanding. കർത്താവേ, പരിജ്ഞാനത്തിന്റെ ആത്മാവിനാൽ ജനത്തെ നിറക്കണമേ. Fill everyone with the spirit of wisdom and revelation. കർത്താവേ, ജനത്തെ ജ്ഞാനത്തിന്റെ ആത്മാവിനാൽ വെളിപ്പാടിന്റെ ആത്മാവിനാൽ നിറക്കണമേ. Heal the sick people right now. കർത്താവേ, രോഗികളെ ഇപ്പോൾ സൗഖ്യമാക്കണമേ. If you want a healing, lift up your hands. നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. Believe in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കുക. Your faith is now connecting you to the supernatural. നിങ്ങളുടെ വിശ്വാസം ഇപ്പോൾ നിങ്ങളെ അസാധാരണമായതിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. In the name of Jesus, യേശുവിന്റെ നാമത്തിൽ I release a healing. ഇപ്പോൾ സൗഖ്യത്തെ പകരുകയാണ്. Arthritis, be healed in the name of Jesus. ഇപ്പോൾ വാദസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. Liver problems, get healed in the name of കരൾ Jesus. രോഗങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. Cardiac problems, be healed in the name of Jesus. ഹൃദയത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ സൗഖ്യമാവുക. Respiratory system, be made whole in the name of Jesus. ശ്വസനേന്ദ്രിയങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണത പ്രാപിക്കുക. Thank you, Jesus. നന്ദി കർത്താവേ. Internal organs are getting healed right now in the name of Jesus. ആന്തരിക അവയവങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ And സൗഖ്യമാകും. I command blood pressure to become normal. ഇപ്പോൾ ബ്ലഡ് പ്രഷർ ഇപ്പോൾ നോർമൽ ആകട്ടെ എന്ന് And കൽപ്പിക്കുന്നു. I command in the name of Jesus blood sugar to become normal. ഇപ്പോൾ ഷുഗർ ലെവൽ നോർമൽ ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Lift your hands up and claim the blessings from the Lord. കർത്താവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളെ രണ്ട് കരങ്ങളെയും ഉയർത്തി ഇപ്പോൾ സ്വീകരിച്ചാൽ Everywhere. എല്ലായിടത്തും എല്ലാവരും. Thank you, Jesus, for blessing your people. കർത്താവേ, അങ്ങയുടെ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. Father, lay your nail-pierced hands on the people and bless them. കർത്താവേ, അങ്ങയുടെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഇവരുടെ മേൽ വെച്ച് ഇവരെ അങ്ങ് അനുഗ്രഹിക്കണം. Thank you, Jesus. നന്ദി യേശുവേ. We give you glory and honor. പൂർണ്ണ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ തന്നെ. Give the Lord a thunderous clap offering everywhere. ശക്തമായ കരഘോഷത്തോടുകൂടി കർത്താവിനെ സ്തുതിച്ചാൽ. Shout hallelujah. ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട്
ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുളത്തൂപ്പുഴ ഒക്ടോബർ 28 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ഷേർലി ഓഡിറ്റോറിയം, ഗവൺമെന്റ് ടിമ്പർ ഡിപ്പോയ്ക്ക് സമീപം, കുളത്തൂപ്പുഴ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൊൻകുന്നം ഒക്ടോബർ 29 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലീല മഹൽ, KK റോഡ്, പൊൻകുന്നം. തൻ്റെ മകൻ്റെ സാക്ഷിയുമായിട്ടാണ് താൻ ഇന്നിവിടെ വന്ന് നിൽക്കുന്നത്. തൻ്റെ മകൻ കഴിഞ്ഞ നാളുകളിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഫൈനൽ എക്സാമിന് തനിക്ക് ആദ്യത്തെ പ്രാവശ്യം എഴുതിയെങ്കിലും അതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം അതിൽ അസുഖം മൂലം തനിക്ക് എഴുതുവാൻ സാധിച്ചില്ല. മൂന്നാമത്തെ പ്രാവശ്യം താൻ ആ എക്സാം എഴുതി കഴിഞ്ഞു. തന്നെ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ അമ്മ പറയുന്നത് 2015 ഡിസംബർ 11 അന്ന് TV പ്രോഗ്രാമിലൂടെ ഷംസിസ്റ്റർ പ്രത്യേകിച്ച് റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കുവാൻ വേണ്ടി അന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ആ സമയം ഈ അമ്മ തൻ്റെ മകന് വേണ്ടി ശക്തിയോടുകൂടി തന്നെ ആ മകനൊരു നല്ലൊരു വിജയം ഉണ്ടാകണം, അതുമാത്രമല്ല റിസൾട്ട് വന്ന് വിജയമുണ്ടായി നല്ലൊരു ജോലി കൂടി ലഭിക്കണം എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിച്ചു. താൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഒരു ദിവസത്തെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ താൻ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞാണ് താൻ പ്രാർത്ഥിച്ചത്. ഈ ആൻറ്റി പറയുന്നത് ഇങ്ങനെയാണ്, റിസൾട്ട് വന്നപ്പോൾ ആ മകന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, അതുമാത്രമല്ല നല്ലൊരു ജോലി ആ മകനൊരു കമ്പനിയിൽ ലഭിച്ചു. ഇന്നത്തെ ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൻ്റെ സ്പോൺസറാണ് താൻ. ആമേൻ, ഹല്ലേലൂയ. ഒന്ന് മൈക്ക് കൊടുക്കാമോ? ഏത് കോഴ്സാണ് മോൻ ചെയ്തുകൊണ്ടിരുന്നത്? ഡിപ്ലോമ ഇലക്ട്രോണിക്സ്. ആദ്യത്തെ 2 തവണയും എഴുതാൻ പറ്റിയില്ല. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയപ്പോഴാണ് പെട്ടെന്ന് പനി വന്നത്. ആദ്യത്തെ തവണ ഫെയിലായി. അതെ, ഫെയിലായി. അപ്പോൾ രണ്ടാമത് പറ്റിയില്ല. അപ്പോൾ ആകെ മാനസികമായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പം ഞാൻ ഈ ബ്ലെസ്സിംഗ് പ്രോഗ്രാം എഴുതിയിട്ടാണ് അതെ അത് ഇങ്ങനെ വീട്ടിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ 2015 ഡിസംബർ പിന്നെ വെള്ളിയാഴ്ച 11-ാം തീയതി സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതി ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന പൈതങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പം ഞാനത് വിശ്വസിച്ചു. അത് അങ്ങനെ നല്ലൊരു വിജയം ലഭിക്കുകയും ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കമ്പനിയുണ്ട്, അവിടെ ജോലി ലഭിക്കുകയാണെങ്കിൽ ഞാനിവിടെ വന്ന എൻ്റെ സാക്ഷ്യം. വീടിനടുത്തൊരു കമ്പനിയുണ്ട്. അതെ 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 ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ ലഭിക്കുകയും ആള് ജയിച്ചു. അതെ, ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ജയിച്ചു. ജോലി എവിടെയാണ് കിട്ടിയത്? അതെ, അവിടെ തന്നെയാണ് കിട്ടിയത്. വീടിനടുത്തുള്ള കമ്പനി തന്നെ കിട്ടി. ഹല്ലേലൂയ, അതൊരു അത്ഭുതം തന്നെയാണ്. ഹല്ലേലൂയ. ക്ഷമ സിസ്റ്റർ അത് പറയുന്ന സമയത്ത് ഈ കേരളത്തിൽ ഒരുപക്ഷെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷാ ഫലത്തിന് വേണ്ടിയും ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ അമ്മ ക്ഷമ സിസ്റ്റർ പറഞ്ഞത് തൻ്റെ പൈതലിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. എന്താ സംഭവിച്ചത്? ഉയർന്ന മാർക്കോടുകൂടി ഫസ്റ്റ് ക്ലാസ്സോടുകൂടി താൻ ജയിക്കുകയും ചെയ്തു. ഈ അമ്മ ആഗ്രഹിച്ചതുപോലെ വീടിനടുത്തുള്ള കമ്പനിയിൽ തന്നെ മകന് ജോലി ലഭിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അസൂയ ഇല്ലെങ്കിൽ കരങ്ങളെ അടിച്ചെന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ആമേൻ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അമ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറ്റവും നന്നായി താൻ ആ ജോലിയിൽ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മകൾ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് വേണ്ടി കർത്താവെ നൽകുവാൻ അങ്ങ് കൃപ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ നവംബർ 9 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. സായിനന്ദൻ ബാങ്ക്വറ്റ് ഹാൾ, സിഡ്കോ സെന്റർ പോസ്റ്റ് ഓഫീസിന് മുകളിൽ, സെക്ടർ 10, കാന്ത കോളനി, ന്യൂ പൻവേൽ, വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനെ നവംബർ 10 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. ജ്യോതിബ മംഗൾ കാര്യാലയ്, വിജയ് നഗർ, കലൈവാടി, പിംപ്രി, പൂനെ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വസായി നവംബർ 11 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീ ഓൾഡ് സ്വാമി നാരായണൻ ടെമ്പിൾ ഹാൾ, 60 ഫീറ്റ് റോഡ് ഓപ്പോസിറ്റ് അമ്പാടി റോഡ്, വസായി വെസ്റ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ നവംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കറിയാം നിങ്ങൾ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും. ഞാനൊരു സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്.
പക്ഷേ കാലങ്ങൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും അതീതനാണ് നമ്മുടെ ദൈവം. ഗോഡ് ക്യാൻ യൂസ് എനി മീഡിയം. ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് യേശുവിൻ്റെ സാന്നിധ്യമുണ്ട്. ആൻഡ് ഹിസ് ഹാൻഡ്സ് കൻ കം അപ്പോൺ യു റൈറ്റ് നൗ. ഏത് പ്രയാസത്തിലാണെങ്കിലും വിടുവിക്കാൻ യേശുവിന് സാധിക്കും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു വലിയ വിടുതൽ കർത്താവ് കൊടുക്കണമേ. രോഗികൾ സൗഖ്യമാകട്ടെ. അതുപോലെ പ്രത്യേകിച്ച് ഫുഡ് പൈപ്പ് അല്ലെങ്കിൽ അന്നനാളം, അതിൻ്റെ തകരാറുകൾ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൈൽസ് രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നീർവീക്കമുള്ളൊരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ക്യാൻസർ ബാധിതമായ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കൈകൾ ചേർത്ത് പിടിക്കുക. 2 സ്ഥലത്താണെങ്കിൽ അതത് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ കർത്താവ് നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. കിടപ്പ് രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വീൽ ചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇതുവരെ ഡയഗ്നോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ അവസ്ഥയിലായിരിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവ് ഈ സമയത്ത് അങ്ങയുടെ വലിയ വിടുതലുകൾ ഓരോരുത്തരിലും കർത്താവെ നീ കൊടുക്കുന്നതിനാൽ നന്ദി പറയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. കർത്താവെ, ആ വിടുതലുകൾ അങ്ങ് അയച്ചതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മറ്റുള്ളവരോട് കൂടെ ഈ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക, തുടർച്ചയായി കാണുവാൻ അവരോട് ആവശ്യപ്പെടുക. നാളെ നമുക്ക് വീണ്ടും കാണാം. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ ബൈ.